ഇപ്പോൾ ഇടത് സഹയാത്രികൻ ബി എൻ ഹസ്കർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ ബി എൻ ഹസ്കർ, ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്, സി പി ഐയുടെ അതൃപ്തി സംബന്ധിച്ച് ചോദിച്ചപ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് തൃപ്തിയോടുകൂടിയാണോ എന്നാണ്. അതായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ വിവാദങ്ങളിൽ CPM കൂടി സർക്കാരിനെ, മുഖ്യമന്ത്രിയെ കൈയൊഴുകുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെ അതിനെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ആ സാഹചര്യമായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കടുത്ത വിമർശനം ഇക്കാര്യത്തിലുണ്ട്. കാര്യം എല്ലാ കാലഘട്ടങ്ങളിലും CPM ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ നിലപാടുണ്ട്. ആ രാഷ്ട്രീയ നിലപാട് എന്ന് പറയുന്ന സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ് CPM എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും സംഘപരിവാർ രാഷ്ട്രീയത്തോട് ചേർന്നു നിൽക്കുന്ന തരത്തിൽ RSS നേതാക്കന്മാരായ ഹൊസബല്ലയും അതുപോലെ തന്നെ മാധവിനെയും ഒക്കെ കാണുക, കേരളത്തിലെ ഏറ്റവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കാണുക എന്ന് പറഞ്ഞാൽ അത് ഒരു തരത്തിൽ ന്യായീകരിക്കാനാവില്ല. മാത്രമല്ല, നമുക്ക് TP സെൻകുമാർ സാറിന്റെ ഒക്കെ തന്നെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഇതൊരു പക്ഷേ ശ്രീ MR അജിത് കുമാർ രാഷ്ട്രീയ ചായ്വിനു വേണ്ടി പോയിട്ടുണ്ടാവണം എന്നില്ല. അദ്ദേഹം പറയുന്നത് പോലെ അതൊരു സ്വകാര്യ സന്ദർശനം മാത്രമായി നമുക്ക് ഇപ്പോൾ കാണാമെങ്കിലും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ന്യായീകരിക്കാൻ ഈ ഘട്ടത്തിൽ നമുക്കാവില്ല. അതുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറിയും CPIയുടെ സെക്രട്ടറി സഹ ബിനോയ് വിശ്വവും ഇപ്പൊ ഗോവിന്ദ മാസ്റ്ററും ഒക്കെ ഇത്തരത്തിൽ അതൃപ്തി അറിയിച്ചിട്ടുള്ളത്. ആ അതൃപ്തി വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ പുകഞ്ഞ് വലിയൊരു അഗ്നികുണ്ഡമായി മാറും എന്നുള്ളതിൽ ഒരു സംശയമുണ്ട്. പാർട്ടി ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കും. ആ നിലപാട് വരും ദിവസങ്ങളിൽ തന്നെ, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാർട്ടി ആ നിലപാട് ഗവൺമെന്റിനെ അറിയിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെ പാർട്ടിക്കുള്ളിൽ പിണറായി വിജയൻ ഒറ്റപ്പെടുകയാണ്. ആ രീതിയിൽ അദ്ദേഹത്തിന് എതിർ ശബ്ദങ്ങൾ ഉയർന്നു വരികയല്ലേ ചെയ്യുന്നത്? അല്ല, ഒരു പാർട്ടിക്ക് മുകളിൽ ആരും വളർന്നിട്ടില്ലെന്നേ. അതിപ്പോ സഖാവ് പിണറായി വിജയൻ ആണെങ്കിൽ പോലും പാർട്ടിക്ക് മുകളിലല്ല സഖാവ് പിണറായി വിജയന്റെ സ്ഥാനം. പാർട്ടിക്ക് കീഴ്പ്പെട്ടു തന്നെയാണ്. അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ആൾ തന്നെയാണെന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് തോന്നും, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് തോന്നും, അല്ലെങ്കിൽ വിമർശകർക്ക് തോന്നും അദ്ദേഹം പാർട്ടിക്ക് മുകളിൽ സ്വയം ഒറ്റയ്ക്കു തീരുമാനമെടുക്കുന്ന ഏകഛത്രാധിപതിയായി വാഴുന്നു എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടാവുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പലപ്പോഴും ഇക്കാര്യത്തിൽ മാധ്യമങ്ങളോട് എല്ലാ കാര്യങ്ങളും അങ്ങനെ അദ്ദേഹം സംവദിക്കാറില്ല. അങ്ങനെ സംവദിക്കാത്തത് കൊണ്ടാണ് സ്വാഭാവികമായും അദ്ദേഹം ഇങ്ങനെ ഒരു വിമർശനം നേരിടേണ്ടി വരും. അങ്ങനെ ഒരു തോന്നൽ മാധ്യമങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് പാർട്ടിക്കുള്ളിലും അങ്ങനെയുള്ള തോന്നൽ ഉണ്ടാകില്ല. അതുകൂടി കൊണ്ടാകില്ല ഇങ്ങനെയൊരു വെളിപ്പെടുത്തലും ആരോപണങ്ങളും ഒക്കെ പുറത്തു വന്നത്. ഇപ്പോ PV അൻവർ ഉന്നയിച്ച ആരോപണം വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൽപ്പിക്കുന്ന ആരോപണമാണെന്ന് പാർട്ടി വിലയിരുത്തുന്നു എന്നതാണ് ഇന്ന് MV ഗോവിന്ദൻ അല്പം മുമ്പ് നിങ്ങളോട് പ്രതികരിച്ചത്. പാർട്ടിക്കുള്ളിൽ ഇതിനെ സംബന്ധിച്ച് ഒരു കൺസെൻസസിലെത്തേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ടുകൂടി ആണ് ഞാൻ മണിക്കൂറുകൾ അല്ലെങ്കിൽ ദിവസങ്ങൾ നിങ്ങളൊന്ന് കാത്തിരിക്കൂ എന്ന് കരുതുന്നത്. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കാതെ, ഗവൺമെന്റും പാർട്ടിയുമായി തർക്കങ്ങൾ ഉണ്ടാവാതെ ഈ പ്രശ്നം പരിഹരിക്കേണ്ടതിന്റെ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? ADGPക്കെതിരെ ഒരു നടപടി എന്നതിലേക്ക് തന്നെയാകുമോ അവസാനം കാര്യങ്ങൾ എത്തിച്ചേരുക? നിശ്ചയമായും ശ്രീ MR അജിത് കുമാറിനെതിരെ നടപടിയിലേക്ക് എത്തും എന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. ആരും ഗവൺമെന്റ് ഒരിക്കലും പാർട്ടിക്ക് മുകളിലാവാൻ പാടില്ലല്ലോ. ഒരു ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു രാഷ്ട്രീയ ദിശാബോധം കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അതുകൊണ്ടാണ് പാർട്ടി ഇക്കാര്യത്തിൽ ഒരു നിർദ്ദേശം ഗവൺമെന്റിന് മുന്നിൽ വെക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇന്നലെയും നാം അറിഞ്ഞതാണ്, മുഖ്യമന്ത്രിയുമായി DGPയും അതുപോലെ തന്നെ മറ്റൊരു ADGPയും അടിയന്തര കൂടിക്കാഴ്ചകൾ ഇത് സംബന്ധിച്ച് നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മണിക്കൂറുകൾ കൂടി കാത്തിരിക്കൂ എന്ന് നിങ്ങളോട് പറയുന്നത്. സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം പാർട്ടി എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. താങ്ക് യു ബി എൻ ഹസ്കർ പ്രതികരിച്ചതിന്. സർക്കാർ ഈ പ്രതിസന്ധിയെ മറികടക്കും, വളരെ വേഗത്തിൽ തന്നെ ഒരു നടപടി ഉണ്ടാകുമെന്നാണ് ഇടത് സഹയാത്രികനായ ബി എൻ ഹസ്കർ പ്രതികരിച്ചത്.